ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSFന്റെ സാഹിത്യോത്സവ വേദിയിലാണല്ലോ നാം ഉള്ളത്. ഈ സമയത്ത് അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഈ ഭൂമിയിലെ സൃഷ്ടികളിൽ ഉന്നതനാണ് മനുഷ്യൻ. മറ്റു ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും അറിവ് നേടുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് നേടുവിൻ എന്ന്. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനും അറിവിന്റെ മഹത്വം ഉയർത്തിക്കാട്ടുന്നു. അറിവ് നേടുക എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു വഴിയായല്ല, മറിച്ച് അവൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ, ആ രാജ്യത്തിന്റെ തന്നെ ഉയർച്ചയാണ് ലക്ഷ്യമാവുക. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, 2 ഭാഷ പഠിച്ചാൽ നിനക്ക് 2 ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. ഒരാൾ അറിവ് നേടുന്നത് കൊണ്ട് അവന് തന്റെ സമൂഹത്തെ ഉയർച്ചയിലെത്തിക്കാൻ കഴിയും. ഒരു സമൂഹം അറിവുള്ളതായാൽ അത് എന്നും ലോകത്ത് ഓർമ്മിക്കപ്പെടും. അറിവ് നേടുക എന്നതുകൊണ്ട് കേവലം ഭൗതികമായ അറിവ് മാത്രമല്ല, അതുള്ളവരാണ് നമ്മിൽ അധികം പേരും. എന്നാൽ ആത്മീയമായ അറിവ് നേടുന്നതിന് നാം വളരെയധികം പ്രാധാന്യം നൽകണം. അതിന്റെ കുറവാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പല അക്രമങ്ങളുടെയും അനീതികളുടെയും കാരണം. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണ്, അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അറിവിന്റെ മഹത്വത്തെ വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം നാം ഓർക്കുമല്ലോ. മറ്റെല്ലാ സമ്പത്തിനേക്കാളും വളരെയധികം വിലപിടിപ്പുള്ളതാണ് വിദ്യയാകുന്ന ധനം. ഒരു മഹാൻ പറഞ്ഞില്ലേ, അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദ് എന്നതിലൂടെ അറിവ് നേടുന്നതിന് പരിധിയില്ല എന്ന്. അറിവ് നേടുക എന്നതുകൊണ്ട് കേവലം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം മാത്രമല്ല. ഒരു മഹാൻ പറഞ്ഞില്ലേ, പഠിക്കണം നാം ഓരോന്നും ബാല്യം മുതൽ നിരന്തരം, പഠനം മതിയാക്കിയിടാം പ്രാണൻ മേനി വിടുന്ന നാൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന 2 സഹോദരന്മാരിൽ ഒരാൾ അറിവ് നേടുന്നവനും മറ്റൊരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദ്യം കണ്ടെത്തുന്നവനുമായിരുന്നു. അറിവ് നേടുന്നവനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആ അറിവ് നേടുന്നവനെ കൊണ്ടായിരിക്കും നിനക്ക് നിന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് തന്നെ അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. അതാണ് ലോകത്ത് നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും. അത് തിരിച്ചെടുക്കാനാണ് SSF ഇവിടെ പ്രവർത്തിക്കുന്നത്. അറിവിലൂടെ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ്. അതിന് ഈ വേദി ഒരു കാരണമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.